അവിടുന്ന് തങ്ങളല്ലാത്തവരെ തങ്ങളാക്കി വിടുന്നുണ്ട്. അത് മുസ്ലിം സമൂഹം അംഗീകരിക്കണോ? തങ്ങളല്ലാത്തവരെ തങ്ങളാക്കി വിടുന്നുണ്ട്. അവ മർക്കസിൽ പോയിട്ട് അവിടുന്ന് മൗലിദ് മാത്രമല്ല ഉണ്ടാക്കി വിടുന്നത്, തങ്ങളല്ലാത്തവരെ തങ്ങളാക്കി വിടുന്നുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾ ഇറക്കണ തങ്ങന്മാരെ മാത്രമേ മറ്റുള്ളവർ സ്വീകരിക്കാൻ പാടുള്ളൂ, അതല്ലാത്ത തങ്ങന്മാരൊക്കെ ബാത്തിലാകുന്നു. ഓ മാന്യ മഹാജനങ്ങളെ, ആ തങ്ങന്മാരെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുതെന്ന് അറിയിക്കുന്നു. ഞങ്ങൾ മർക്കസിൽ നിന്ന് ഇറക്കുന്ന 6 തങ്ങന്മാരുണ്ട്, ആ തങ്ങന്മാരെ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാലോ? നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എന്താ മഹാ തട്ടിപ്പ്? ദീനിന്റെ മുഴുവൻ തത്വങ്ങളെയും കച്ചവടവൽക്കരിച്ച് നടത്തുന്ന തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇനി മറ്റൊരു മൗലിദ് കിതാബുകാരനും ചാൻസ് ഉണ്ടാകാൻ പാടില്ല. ഒരു മൗലിദും ആരും വിശ്വസിക്കാൻ പാടില്ല. ബയാനിയ ബുക്സ് ഇറക്കിയ മൗലിദായാലും അതുപോലെ ബദ്രസി അദ്ദേഹം പ്രകാശനം ചെയ്ത ഈ മൗലിദാണെങ്കിലും അതൊന്നും വാങ്ങാൻ പാടില്ല. നേരെ മറിച്ച് ഞങ്ങളുടെ പ്രസ്സിൽ നിന്ന് ഇറങ്ങുന്ന മൗലിദ് മാത്രമേ ശരിയായ മൗലിദുള്ളൂ, അത് മാത്രം സ്വീകരിച്ചാൽ മതി. മാന്യമഹാജനങ്ങളെ, കച്ചവടവൽക്കരിക്കുക, മൗലിദ് കച്ചവടവൽക്കരിക്കുക. എല്ലാവരും കച്ചവടവൽക്കരിച്ചു. സ്വലാത്ത്, ദിക്ർ എല്ലാം അങ്ങനെ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ മുഴുവൻ കച്ചവടവൽക്കരിച്ചതുപോലെ മൗലിദ് കിതാബും കച്ചവടവൽക്കരിച്ചതാ. ഞാൻ പറഞ്ഞിട്ട് വിഷമം വേണ്ട, ഇതൊക്കെ വിറ്റവരാണെന്ന് ഞാനല്ല പറയണത്. ഇങ്ങനെ കച്ചവടത്തിന്റെ ആളുകളാണ്, നീ കച്ചവടം ചെയ്യണവരാണെന്ന് ഞാനല്ല പറയുന്നത്. കേട്ടോളൂ, ഒരു മുസ്ലിം തന്നെ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു പണ്ഡിതനല്ല, പണ്ഡിത വേഷധാരിയ. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുന്നതാ. ഇദ്ദേഹത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇദ്ദേഹം അള്ളാഹുവിന്റെ ദീനിൽ ഹുർമത്ത് കൽപ്പിക്കപ്പെടേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. സ്വലാത്ത് വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. യതീമക്കളെ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. അള്ളാഹുവിന്റെ പള്ളികൾ വിറ്റ് കാശാക്കിയ മനുഷ്യനാണ്. ആദരണീയരായ അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയോടുള്ള ബഹുമാനം പോലും ചൂഷണം ചെയ്തുകൊണ്ട് തൻ്റെ മുടി കാരന്തൂരിൽ മർക്കസിൽ വെച്ചുകൊണ്ട് ഇത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മുക്കി വെള്ളം കൊടുക്കുന്ന ഏറ്റവും വലിയ നീചമായ ഹീനമായ കൃത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. വളരെ മോശമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികൾ. കണ്ടോ? അവൻ നമ്മൾ പറഞ്ഞിട്ട് വിഷമം വിചാരിക്കണം. ഒരു മുസ്ലിം പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ലല്ലോ. അവർ മുസ്ലിം തന്നെ പറയാ. അപ്പൊ പിന്നെ മൗലിദ് കിതാബിന്റെ കാര്യം പറയണോ? സലാത്ത് വിൽക്കുക, ദിക്ർ വിൽക്കുക, എന്ത് സ്വന്തം മുടിയെടുത്ത് നബിയുടെ മുടിയാന്ന് പറഞ്ഞ് വെള്ളത്തിട്ട് അത് വിൽക്കുക, അങ്ങനെ മുടി ജ്യൂസ് കുടിപ്പിക്കുക. ലോകത്ത് എന്തെല്ലാം ജ്യൂസ് ഉണ്ട്. ആ ജ്യൂസ് ഒന്നും പോരാഞ്ഞിട്ട് മൂപ്പര് മുടി ജ്യൂസ്, ആ മുടി ജ്യൂസ് അടക്കം വിറ്റ് കാശാക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇറക്കണം മൗലിദ് കിതാബ് മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് സംശയിക്കൂലേ? നാട്ടിലെ സുന്നികൾ തന്നെ സംശയിക്കൂലേ? അപ്പൊ മാന്യ സഹോദരങ്ങള് കൃത്യമായി മനസ്സിലാക്കണം. അപ്പൊ ഇതിന്റെ പിന്നിൽ ഒരു കച്ചവട താല്പര്യം കൂടി ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു മൗലിദ് സ്വീകരിക്കരുത്, ഞങ്ങൾ ഇറക്കുന്ന ഞങ്ങളുടെ പ്രസ്സിലെ മൗലിദ് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. ഇത് കേൾക്കുമ്പോ ചിലരെങ്കിലും സംശയിക്കും, എന്ത് അല്ല മൗലവി, ഇവര് നേരത്തെ തന്നെ അങ്ങനെയാണോ? നേരത്തെ തന്നെ മൗലിദുകളെ അംഗീകരിക്കാത്ത അവസ്ഥയാണോ? അല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മുന്നിൽ കൃത്യമായി പരാജയം സമ്മതിക്കേണ്ടി വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വല്ലപ്പുഴയിൽ അടുത്ത അടവാണിതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ജാല മുഹമ്മദ് മൗലിദ് പറഞ്ഞ മൗലിദിന്റെ മൗലിദ് കിതാബിൽ, ഈ മൗലിദ് കിതാബിൽ ജാല മുഹമ്മദ് മൗലിദ് വല്ലപ്പുഴയിൽ വരുന്നതിന് മുമ്പ് സുന്നികൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞവര്. ഞങ്ങൾ അംഗീകരിക്കുന്നത് മങ്കൂസ് മൗലിദ്, അതുപോലെ തന്നെ ഷറഫ് ലനാ മൗലിദ്, ജാല മുഹമ്മദ് മൗലിദ് ഞങ്ങൾ അംഗീകരിക്കണ മൗലിദാണെന്നാ പറഞ്ഞത്. കേട്ടോളൂ, അത് പറയുന്ന ഒരു മുസ്ലിം തന്നെ പറയുന്നത് കേട്ടോളൂ. പൂർവികരായി നമുക്ക് അറിയാം, നമ്മുടെ ഒക്കെ പഴയ കാലത്ത് മുതൽ തന്നെ നിലവിലുള്ളതും പൂർവകാല മുസ്ലിമീങ്ങൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ മൗലിദുകൾ നമുക്കറിയാം. മങ്കൂസ് മൗലിദ്, ഷറഫ് ലനാ മൗലിദ്, ജാല മുഹമ്മദ് 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 മൗലിദ്, സുബ്ഹാന മൗലിദ്, ബദർ മൗലിദ്, മുഹയ്യദ്ദീൻ മൗലിദ്, റിഫായി മൗലിദ്, നഫീസത്ത് ബീവി മൗലിദ്, ഇങ്ങനെയൊക്കെയുള്ള കുറെ മൗലിദുകൾ പൂർവികർ അനുവർത്തിച്ചു വരുന്ന ആചരിച്ചു വരുന്ന മൗലിദുകളുണ്ട്. അതുപോലെ തന്നെ മുഹയ്യദ്ദീൻ മാല, റിഫായി മാല, ബദർ മാല, നഫീസത്ത് മാല, ഇത്തരം മാലകൾ ഇതൊക്കെ സുന്നികൾ പാരായണം ചെയ്യുന്നതും ഉരുവിടുന്നതുമാണ്. കണ്ടോ? അപ്പൊ ഇതൊക്കെ സുന്നികൾ ഓതുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നതാണ് എന്നാ പറയുന്നത്. ഈ ജാല മുഹമ്മദ് മൗലിദിലാണ് ബദർ യുദ്ധത്തിൽ നിന്ന് 12,000 കുഫാറുകൾ പിന്തിരിഞ്ഞോടിയെന്ന് എഴുതി വെച്ചത്. ബദർ യുദ്ധം എന്താണെന്ന് അറിയാത്തവരാണ് ഇത് എഴുതിയത്. 12,000 കുഫാറ് പിന്തിരിഞ്ഞോടി എന്ന് ജാല മുഹമ്മദ് മൗലിദിൽ എഴുതി വെച്ചു. അവിടെ ആകെ 1000 താഴെ മുശ്രിക്കുകളല്ലേ പങ്കെടുത്തത്. അവിടുന്ന് എങ്ങനെ 12,000 പിന്തിരിഞ്ഞോടല്? ഇനി അവിടെ അപ്പുറത്ത് വന്ന അബൂജഹലും കൂട്ടർ ഔലിയാക്കളാന്ന് ഇവർക്ക് വിശ്വാസം ഉണ്ടോ?
കാര്യം ഔലിയാക്കളാവുമ്പോ അവർ പറയണത് വെച്ചാൽ ഇന്നൽ വലിയ ഔലിയാക്കന്മാർക്ക് 40 അടി ഉണ്ട്. അങ്ങനെ ഇപ്പൊ ഇവരുടെ വാദപ്രകാരം അങ്ങനെ അവിടെ വന്ന മുശ്രിക്കുകൾ ഔലിയാന്ന് വാദമുണ്ടോ? അങ്ങനെ പെരുകാൻ 12,000 ആകാൻ 1000 12,000 അങ്ങനെ മാറി പെരുകി വരാൻ. പക്ഷെ മൗലിദ് കിതാബിൽ 12,000 എഴുതി എഴുതി വെച്ചപ്പോ അത് നമുക്കാ പരാതി. ഇവരെന്തെങ്കിലും വിവരക്കേട് എഴുതിയാൽ അത് നമ്മൾ എഴുതിയെന്നാ പറയല്. മുജാഹിദുകൾ എഴുതി വെച്ചിരുന്ന നാട്ടിലുള്ള സമസ്തക്കാർ നന്നായി ഒന്ന് ചിന്തിക്കണം. എന്താന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലെ വലിയ കാലികുലാത്ത് എന്നൊക്കെ പറഞ്ഞു നടക്കണ വലിയ ആചാരഭാവുക്കളായി താജുലുലമ കമറുല്ലമ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാർക്ക് ഒരു മൗലിദ് ഓതണമെങ്കിൽ മുജാഹിദിനെ എഴുതി കൊടുക്കണം. എങ്കിലും അവർക്ക് അത് ചെല്ലാൻ പറ്റുള്ളൂ. ആ ഒരു ഗതികേടിലാണ് അവരുള്ളത് എന്നെങ്കിലും മനസ്സിലാക്കണമല്ലോ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഈ 12,000 എന്ന തെറ്റുണ്ടായി. ആ തെറ്റിനെ പോലും ഇവർ ന്യായീകരിച്ചു. അതിനെപ്പോലും ന്യായീകരിച്ചു. നെല്ലിക്കുത്തിനെ പോലുള്ള ആളുകൾ ന്യായീകരിച്ചു. അതുപോലെ സദഖത്തുള്ള മുസ്ലിയാർ പിന്നെ കഴിഞ്ഞുപോയ സദഖത്തുള്ളയെ പോലുള്ള പണ്ഡിതനായ ആള് സംസ്ഥാനയുടെ നേതാവായ ആളുകൾ അവർ പോലും അത് അംഗീകരിച്ചു. സദഖത്തുള്ള മുസ്ലിയാർ അദ്ദേഹം പോലും ഈ രൂപത്തിൽ 12,000 എന്ന് പറഞ്ഞത് 12,000 തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ചു. വേറൊരു മുസ്ലിയാരും അത് ന്യായീകരിക്കാൻ നിങ്ങളത് കേട്ടോളൂ. മൗലിദില് കാണാം ബദർ ദിവസം 12,000 പേർ അവിശ്വാസികൾ റസൂലുള്ള മണ്ണ് വാരി എറിഞ്ഞപ്പോ 12,000 പേര് ഓടി മറിഞ്ഞു. അവരുടെ 12,000 പേരിന്റെ കണ്ണിലും ആ പൊടിയായി അവര് അന്താളിച്ചു. അവർ ഓടി രക്ഷപ്പെട്ടു. യുദ്ധം വിജയിച്ചു എന്ന്. അപ്പൊ ബദറിൽ ആകെ 1000 പേരല്ല, പിന്നെ എങ്ങനെ 12,000 പേര് ഓടുക എന്നാ? ഇത് വെറുതെ ചില സ്ഥലങ്ങളിൽ കുഴപ്പമുണ്ട്. എന്നിട്ട് ഇതിന്റെ പേരിൽ ബദർ മൗലിദ് എതിർക്കുക അല്ലെങ്കിൽ ജാല മൗലിദ് എതിർക്കുക, ഇതാണ് ചെയ്യുന്നത്. നമുക്കറിയാത്തതിന്റെ പേരിൽ എന്തിനു എതിർക്കേണ്ട ആവശ്യം? അങ്ങനെയാണെങ്കിൽ ഈ ഖുർആൻ എല്ലാം നമുക്കറിയുന്നുണ്ടോ? എന്തെല്ലാം ഖുർആൻ എന്തെല്ലാം അർത്ഥങ്ങളാണ് നാം മനസ്സിലാക്കുന്ന അർത്ഥങ്ങളാണോ ഖുർആനിലുള്ള? മനസ്സിലാക്കുന്ന അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണോ നിയമങ്ങൾ വരുന്നത്? നമുക്കറിയാത്ത തള്ളി പറയാൻ കഴിയില്ല. അത് വിഡ്ഢികളുടെ സ്വഭാവമാണ്. കണ്ടോ, നമുക്കറിയാത്ത തള്ളിക്കളയാൻ പാടില്ല, അത് വിഡ്ഢിയുള്ള സ്വഭാവമാണ്. അതിപ്പോ നേരത്തെ പറഞ്ഞ മുസക്കാഫികളെ ഉദ്ദേശിച്ചിട്ടാണോ നമുക്കറിയില്ല. അപ്പൊ ഏതായിരുന്നാലും നമുക്കറിയാത്തതൊന്നും തള്ളിക്കളയാൻ പാടില്ല, അത് വിഡ്ഢികളുടെ സ്വഭാവമാണ്. അങ്ങനെയാണ് ഇപ്പൊ ഖുർആനിൽ എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ തെറ്റുണ്ടാവുന്നതായിരിക്കും. സുബ്ഹാനല്ലാഹ്, ഖുർആൻ എന്തൊക്കെ ഉണ്ടാവും? ഖുർആനിലൊക്കെ നമുക്കെല്ലാം അറിയോ? അപ്പൊ നമുക്കറിയാത്തൊക്കെ തള്ളിക്കളയല? ഖുർആൻ നമുക്കറിയാത്ത എന്തൊക്കെ ഉണ്ട്? നമുക്കറിയാത്തൊന്നും തള്ളിക്കളയാൻ പാടില്ല. ജാല മുഹമ്മദ് മൗലവി 12,000 ആള് ബദർ യുദ്ധത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടി എന്ന് പറഞ്ഞതിന് ചോദിച്ചപ്പോ അതിനെക്കുറിച്ച് സംശയമുള്ളപ്പോ അതിന് നൽകിയ മറുപടിയാണ് അദ്ദേഹം. ഇനി മാത്രം അദ്ദേഹത്തിന് ന്യായീകരിച്ചു കൊടുക്കണം. ആദ്യം മുജാഹിദിന്റെ പേരൊന്ന് കുറ്റം പറഞ്ഞു വെച്ചിട്ട് പിന്നീട് അദ്ദേഹം അതിനെ ന്യായീകരിച്ചു കൊടുക്കുക. നിങ്ങളൊന്ന് കേട്ടോളൂ. ഇവിടെ 12,000 പേര് എന്ന് പറയേണ്ട അടുത്ത് ഫഹദമ മിന്നും ഇസ്നൈ അശറാണ് എഴുതിയിരിക്കുന്നത്. ഇസ്നൈ അശറ എന്ന 2 പുള്ളിയാണ് അവിടെ ഉള്ളത്. ഈ 2 പുള്ളി എങ്ങനെ വന്ന്? ഇത് വാസ്തവത്തിൽ അവിടെ നേരത്തെ ഉള്ള ആ അസുലു കോപ്പി അറിയാതെ അച്ചടിയിൽ വന്ന അബദ്ധമായിരിക്കാം. ഫഹദമ മിന്നും ഇസ്നൈ അശറ അൽഫൻ ഫീ യൗമി ബദ്ർ എന്ന് പറഞ്ഞ് 2 ഡാഷ് 2 പുള്ളി. ബദർ അടക്കം, ബദറാണല്ലോ പ്രധാനമായിട്ടുള്ള ആദ്യത്തെ യുദ്ധം. ബദർ മുതൽക്കുള്ള യുദ്ധം, ഹുനൈനി തുടങ്ങിയ യുദ്ധങ്ങളിൽ 12,000 പേര് വഴി എന്ന് പറഞ്ഞാൽ ഈ ചരിത്രം പരിശോധിച്ചാൽ ഈ യുദ്ധങ്ങളിലെല്ലാം ഓട്ടം സംഭവിച്ചിട്ടുണ്ട്. ഹുനൈനിൽ 20,000 ശത്രുക്കളാണ് ഉള്ളത്. അപ്പൊ ഫീ യൗമി ബദ്രി എന്ന് പറഞ്ഞിട്ട് ബദർ അടക്കമുള്ള ഡാഷ് എന്ന് പറഞ്ഞ 2 പുള്ളിക്ക് അവിടെ പ്രസക്തിയുണ്ട്. ഈ പുള്ളി മറ്റേ വരിയിലാണ് ഇവിടുന്ന് മേലോട്ട് പോയിരിക്കുന്നത്. ഇങ്ങനെ അച്ചടിയിൽ അബദ്ധം സംഭവിച്ചതായിരിക്കാം. എന്നാൽ ഈ യുദ്ധങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മണ്ണ് വാരി എറിഞ്ഞിട്ടുമുണ്ട്. ആ യുദ്ധങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ, മുസ്ലിമും മറ്റും ഉദ്ധരിക്കുന്ന ഹദീസുകൾ പരിശോധിച്ചാൽ, അതിന്റെ വ്യാഖ്യാനങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം അസ്ലു കോപ്പി ഏറ്റുവാങ്ങി പിന്നെ അബദ്ധത്തിൽ അച്ചടിച്ച് തെറ്റി അച്ചടിച്ച് എന്നിട്ട് അവസാനം നമുക്കെതിരിൽ ചോദ്യം അല്ലേ? അരി നിന്ന് ആശാരിച്ചിയെ കടിച്ച് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന സംഭവമാണ് ഇവിടെ കാണുന്നത്. പിന്നെ 20,000 റജുലു എന്ന് പറഞ്ഞാൽ റജുലിന്റെ രൂപത്തിൽ സാബത്തുനും മാലിക് എന്ന ആ ഗോത്രത്തലവൻ, കിനാനത്ത് ഗോത്രത്തലവന്റെ രൂപത്തിൽ പിശാച് വന്ന് നമുക്കറിയാമല്ലോ. മാലിക് എന്ന കിനാനത്ത് ഗോത്രത്തലവന്റെ ആ രൂപത്തിൽ പിശാച് വന്നു, പിശാചുക്കൾ വന്നു. അവർ വന്ന് മനുഷ്യരൂപത്തിലായിരുന്നു. പിശാചുക്കൾ മനുഷ്യരൂപത്തിൽ വരുമ്പോൾ റജുലി എന്ന് പറയും,
ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യ രൂപത്തിൽ റസൂലുള്ളാഹിന്റെ നാമത്തിൽ വന്നപ്പോൾ ജാ റജുലുൻ ശരീ